എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്ന നമ്മളിൽ നല്ലൊരു ശതമാനം പേരും ഇതുവരെ പോകാത്തതും ആദ്യമായിട്ട് കേൾക്കുന്നതുമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കൂത്താട്ടുകുളത്തിനടുത്തുള്ള അർജുനൻ മലയിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂത്താട്ടുകുളം ടൗണിലാട്ടോ. അപ്പോൾ ഈ കൂത്താട്ടുകുളത്തെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാവേ. നമ്മുടെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് കൂത്താട്ടുകുളം. ഇവിടുത്തെ കൂടുതൽ ആളുകളും ചെറുകിട കർഷകരൊക്കെ ആട്ടോ. മൂവാറ്റുപുഴ ടൗണിൽ നിന്നും 17 കിലോമീറ്ററിനും കോട്ടയം ടൗണിൽ നിന്നും 38 കിലോമീറ്ററിനും സംസ്ഥാന പാതയായിട്ടുള്ള MC റോഡിനോട് ചേർന്നാണ് കൂത്താട്ടുകുളം ടൗണിൻ്റെ പല ഭാഗങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കാർഷിക ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ കൂത്താട്ടുകുളം ചന്ത എന്ന് പറയുന്നത് വളരെ ഫേമസ് ആട്ടോ. നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ വലിയ ചന്തകളിൽ അറിയപ്പെടുന്ന ഒരു ചന്തയാണ് കൂത്താട്ടുകുളം ചന്ത എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ബുധനാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരൊക്കെ കൂത്താട്ടുകുളം ചന്തയ്ക്ക് പോകാമെന്ന് പറഞ്ഞൊരു പോക്കുണ്ട് കേട്ടോ. അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ചാക്കിലാക്കി തലച്ചുമട് ചുവന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അതുപോലെ തന്നെ സാധനങ്ങൾ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകൾ, ചേന, ചേമ്പ്, കാച്ചിൽ അങ്ങനെയുള്ള വിത്തുകളൊക്കെ വാങ്ങിയിട്ടൊക്കെ തിരിച്ചു വരുമായിരുന്നു. അതായത് ഇവിടെ ഈ കൂത്താട്ടുകുളം ചന്തയിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പഴയ ആളുകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, ആയുധങ്ങൾ, എന്താ പറയുക, ആട്, മാട്, ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ആളുകൾ അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കാനും വാങ്ങാനായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു ചന്ത പ്രവർത്തിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ ആ ഒരു ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇവിടെ തിരക്ക്. പണ്ടത്തെ തിരക്കൊന്നും ഇപ്പോൾ ഇല്ല. പണ്ടത്തെ ഒരു പൂരപ്പറമ്പ് പോലെയായിരുന്നു ഇവിടെ. അപ്പോൾ കൂത്താട്ടുകുളം ചന്തയൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. പിന്നെ കൂത്താട്ടുളത്തെക്കുറിച്ച് പറഞ്ഞപ്പം കൂത്താട്ടുളത്തിൻ്റെ ഒരു സംസ്കാരം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ കൂത്താട്ടുളത്തൊക്കെ നമുക്ക് അറിയപ്പെടുന്ന ഒരുപാട് അമ്പലങ്ങളും പള്ളികളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഇന്ന് പോകുന്ന ഈ ഒരു അർജുനൻ മലയിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ഒരു ക്ഷേത്രം അങ്ങനെ അധികം പേർക്കും അറിയാത്തൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് പോവാം കേട്ടോ. MC റോഡിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് പാലാ റൂട്ടിലേക്ക് കയറുവാണ്. ഇത് രാമപുരം, പാല, അതുപോലെ തന്നെ ഉഴുവൂരൊക്കെ പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് കുറച്ച് മാറിയാണ് നമ്മളിന്ന് പോകുന്ന സ്ഥലമുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ കൂത്താട്ടുകുളം ടൗണിൽ നിന്ന് തിരിഞ്ഞ ജംഗ്ഷനിൽ നിന്ന് ഒരു കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ മാരുതി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലം എത്തും. ഇവിടെ നമുക്ക് അമ്പലത്തിൻ്റെ ബോർഡ് കാണാം കേട്ടോ. ഈ ബോർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കണ പോക്കറ്റ് റോഡ് വഴി പോയാൽ നമുക്ക് അമ്പലത്തിൽ എത്താൻ പറ്റും. ഇതിൽ വണ്ടികളൊക്കെ പോകുന്ന വഴിയാണ്. നമ്മൾ പോകുന്ന ഈ വഴിയല്ല കേട്ടോ, കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകണം നമുക്ക് പോകാനുള്ള വഴി. അപ്പോൾ മാരുതി ജംഗ്ഷനിൽ നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ അമ്പലത്തിൻ്റെ തന്നെ ബോർഡ് ഇവിടെ കാണാം കേട്ടോ. ബോർഡും ഒരു ഭണ്ഡാരപ്പെട്ടിയൊക്കെ കാണാം. അപ്പോൾ ഇതുവഴിയാട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ തിരിഞ്ഞ വഴി വലിയൊരു കയറ്റം കേട്ടോ. കയറ്റം കയറി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇവിടെ നമുക്ക് അമ്പലത്തിൻ്റെ ആർച്ച് കാണാം കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ വരെ ആയിട്ട് വരുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ നടക്കണം, മേളിലേക്ക് സ്റ്റെപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച വഴിയില്ല, അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ മുറ്റത്ത് വരെ വണ്ടി ചെല്ലും കേട്ടോ. ഇനി മേളിലേക്ക് നമുക്ക് സ്റ്റെപ്പാണ്, നടന്ന് തന്നെ കയറണം. ഇവിടെ ഒരു ആർച്ച് കാണാം. ആർച്ച് കഴിഞ്ഞത് മേളിലേക്ക്, ഈ മലയുടെ മേളിലേക്ക് സ്റ്റെപ്പ് വന്നിട്ടേക്കും കേട്ടോ. ഇവിടെയൊക്കെ വീടുകൾ കാണാവേ നമുക്ക്. സ്റ്റെപ്പിൻ്റെ 2 സൈഡിലായിട്ട് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീടുകളൊക്കെ അതെ അവിടെ വരെ ഉള്ളൂ തുടക്കത്തിൽ തന്നെ. പിന്നെ ഇതിൻ്റെ മേളിലേക്ക് കൃഷി സ്ഥലങ്ങളാണ്. പൈനാപ്പിളും ഈ ഒരു സൈഡിൽ വലിയൊരു റബ്ബർ തോട്ടം കേട്ടോ. നമുക്കങ്ങനെ മേളിലേക്ക് കയറി പോകണം. അപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ പണിതിട്ടേക്കുന്ന സ്റ്റെപ്പുകളാട്ടോ. അപ്പോൾ ഇത് ഏകദേശം 300ഓളം സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 300ന് മേളിലുണ്ടെന്നാട്ടോ പറയുന്നത്. കറക്റ്റ് എണ്ണം അറിയില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്, പ്രായമായിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് വഴി വരണ്ട. ഞാൻ ആദ്യം കാണിച്ച മാരുതി ജംഗ്ഷനിൽ നിന്ന് തിരിയുന്ന ഒരു പോക്കറ്റ് റോഡ് വഴി പോയി കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് അമ്പലത്തിൻ്റെ മുറ്റം വരെ ചെല്ലും കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഇത്രയധികം മലയുടെ മേളിലേക്ക് ഇത്രയധികം സ്റ്റെപ്പൊക്കെ പണിതിട്ടേക്കണ അമ്പലം വേറെ ഉണ്ടോ? എൻ്റെ അറിവിലില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ എന്ന് പറയുക. പിന്നെ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയേക്കുന്ന തമിഴ്നാട്ടിൽ നമ്മുടെ പളനി അമ്പലത്തിൻ്റെ മേളിലാണ്. ഒരുപാട് സ്റ്റെപ്പ് കയറിയാണല്ലോ മേളിൽ ചെല്ലുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന നല്ലൊരു ശതമാനം ആളുകളും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും. ആ ഒരു ശതമാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാനും ഉൾപ്പെടും കേട്ടോ. ഒന്ന് ആലോചിക്കുക, എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് അറിഞ്ഞത്. ഞാൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ്, ബ്രോ അർജുനൻ മലയിൽ പോയിട്ട് വീഡിയോ ചെയ്യുക, കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി പോണ ഒരു അമ്പലമാണെന്ന് പറഞ്ഞു. ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇത്രയും അടുത്ത് കിടക്കുന്ന സ്ഥലം ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. നമ്മളൊന്ന് ആലോചിക്കുക, നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്, ഇങ്ങനെ അറിയപ്പെടാതെ കിടക്കുന്നതും ആയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ അത് ഇങ്ങനെ ഞാൻ ഈ ഏറ്റവും വൈകിയാണ് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് ഇപ്പം. അപ്പോൾ നമ്മൾ കയറി മേളിലെത്തിയിട്ടോ. ഇതുണ്ട് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടോ. ആ സ്റ്റെപ്പിലായിട്ടൊരു നന്ദി വിഗ്രഹം കാണാം. ഇവിടെ ശിവൻ്റെ ഒരു വിഗ്രഹം, ഒരു പടിപ്പുരയൊക്കെ ഉണ്ടേ. ഇവിടെ നമുക്കൊരു നന്ദി വിഗ്രഹം കാണാം. കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഇവിടെ കാണുന്നത് സർപ്പത്തറയാട്ടോ. അതാണ് ക്ഷേത്രം.
അമ്പലത്തിൽ ഇന്ന് പൂജ ഉണ്ടായിരുന്നോ? എല്ലാ ദിവസവും ഉണ്ടോ? ആ, ഇവിടെ തിരുമേനി ആരെങ്കിലും ഉണ്ടോ? ഈ അമ്പലത്തിന്റെ ഒരു ഐതിഹ്യമൊക്കെ ഒന്ന് കുറച്ച് അറിയണമെന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്നു തിരുമാറാടിക്കാരനാ. പുള്ളി വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ. അതെ അല്ലേ? രാവിലെ ആളുകളൊക്കെ വന്നാണ് ഇവിടെ? ആളുകളൊക്കെ ഉണ്ടായിരുന്നോ രാവിലെ? 1-ാം തീയതി കൂടുതൽ ആൾക്കാരുണ്ട്. 1-ാം തീയതി അന്നദാനം ഉണ്ട്, മൃത്യുഞ്ജയ ഹോമം ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതെ അല്ലേ? അപ്പം ഇതല്ലേ അമ്പലത്തിലേക്ക് കിടക്കണ വഴി? വണ്ടി വരും. അപ്പൊ ഇതാണ്, ഈ വഴിയാണ്. ഞാൻ താഴെ നിന്ന് മാരുതി ജംഗ്ഷനിൽ നിന്ന് ഒരു വഴി കാണിച്ചിരുന്നില്ലായിരുന്നോ? ആ ചെറിയ റോഡ്, ആ റോഡ് വഴിയും കയറി വന്നാലേ നമുക്ക് വണ്ടി കൊണ്ടൊക്കെ ഇവിടെ അമ്പലത്തിന്റെ മിറ്റം വരെ വരാവേ. ഇവിടെ വരെ വരാം കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ്. ശിവൻ കിരാത രൂപത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. കിരാതൻ എന്ന് പറയുന്നത് കാട്ടാളൻ. പിന്നെ ഈ സ്ഥലത്തിന് അർജുനൻ മല എന്ന് പേര് പറയാനുള്ള ഒരു കാരണം, അതിൻ്റെ ഒരു പിന്നിലൊരു ഐതിഹ്യമുണ്ട്. വനവാസകാലത്ത് അർജുനൻ പാശുപതാസ്ത്രം കിട്ടാനായിട്ട് ഇവിടെ ഒന്ന് തപസ് ചെയ്തെന്ന് പറഞ്ഞു. ഈ മലയുടെ മേലിൽ പാശുപതാസ്ത്രം എന്ന് പറയുന്നത് ഹിന്ദു പുരാണത്തിൽ വളരെ ശക്തിയേറിയ ഒരു ആയുധമാണ്. അങ്ങനെ തപസ് ചെയ്ത് ശിവൻ പ്രത്യക്ഷപ്പെടുകയും കിരാത രൂപത്തിൽ, കാട്ടാളൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഇവിടെ വെച്ച് പാശുപതാസ്ത്രം അർജുനന് കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശമൊക്കെ പണ്ട് ഘോര വനമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നേദ്യത്തിലൊക്കെ ഈ കാട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന തേനും അങ്ങനെയുള്ള പദാർത്ഥങ്ങളൊക്കെയാണ് ചേർക്കുന്നത്. ഈ കാടായതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അല്ലേ, അതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള പ്രസാദകൂട്ടിന് ഒരു പുഴുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയാൻ സാധിച്ചത്. അമ്പലത്തിൻ്റെ സ്റ്റേജ് ആട്ടത്. സ്റ്റേജിൻ്റെ പുറകിൽ നോക്കി, അവിടുന്ന് അടിപൊളിയൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങ് ദൂരെ വലിയ മലകളൊക്കെ കാണാം. അത് ഏതൊക്കെ ഏരിയ ആയിരിക്കും കറക്റ്റ് അങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. താഴെ വലിയ കെട്ടിടങ്ങളും വീടുകളൊക്കെ കാണാം. നല്ല മഞ്ഞുള്ള സമയത്ത് അടിപൊളിയായിരിക്കും ഇവിടുന്ന്. അപ്പോൾ ഈ ക്ഷേത്രത്തിനോട് ചേർന്നൊരു കുളമുണ്ട് ഇവിടെ. ഇതുകൊണ്ട് ഇത് ഇവിടുത്തെ പൂജയ്ക്കും ആവശ്യത്തിനൊക്കെ വെള്ളം എടുക്കാനായിട്ടുള്ള കുളമായിരിക്കാം. അപ്പോൾ ഇത് കൂടാതെ വേറെ ഒരു കുളവും കൂടെ ഈ ഒരു പരിസരത്ത് ഉണ്ടെന്നാട്ടോ പറഞ്ഞേ. ഇവിടെ ഇങ്ങനെ നമുക്കൊരു കെട്ടിടം കാണാം. അതൊരു ഹാളാണേ. ഇവിടെ ഈ അന്നദാനമൊക്കെ നടത്താനായിട്ടുള്ള ഹാളായിരിക്കും മിക്കവാറും. അത് തന്നെ കേട്ടോ, അവിടെ ആഹാരമൊക്കെ പാകം ചെയ്യാനുള്ള വലിയ അണ്ടാവ്, ഉരുളിയൊക്കെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് വലിയൊരു മലയാട്ടോ. ആ മലയുടെ മുകളിലേക്കാണ് അങ്ങ് താഴേന്ന് സ്റ്റെപ്പ് പണിത് ഇട്ടേക്കുന്നത്. എന്താണൊരു മരം, അതിലൊരു കായ കായ്ച്ച് കിടക്കുന്നുണ്ടല്ലോ. എന്താണെന്ന് അറിയില്ല കേട്ടോ. അതെ, ഈ മരമാണേ, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. കുറേ കായ അതിൽ പിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, അമ്പഴമാണോ? അമ്പഴം ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അറിയില്ല, എന്തായാലും ടേസ്റ്റ് ചെയ്താൽ ചിലപ്പം കഴിക്കാൻ പറ്റുന്ന കായ അല്ലെങ്കിൽ പണി കിട്ടും. ആദ്യം 2 ചെറിയ അമ്പലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വാർത്തു, പിന്നെ തടിയലായി. ഇപ്പൊ 3-ാമത്തെ പണിയായത്. അതെല്ലേ? എത്ര വർഷമായെന്ന് കറക്റ്റ് അറിയില്ല. 5-8 വർഷമായി. അല്ല, ആദ്യം പണിതിട്ട് ലാസ്റ്റ് പണിത്. തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാറുണ്ട് കേട്ടോ ചേച്ചി. പറയണേ, തിരുമേനിക്ക് നല്ല കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. പുള്ളി വന്നിട്ട് കുറച്ചായുള്ളൂ. മറ്റേ സ്ഥിരമായിട്ട് വരുന്ന തിരുമേനി ഇപ്പൊ കാവിലേക്ക് പോയി. അത് കാരണം പുള്ളി പ്രായമായേ ഇവിടെ ഈ കേട്ടം കയറി വരാൻ പറ്റില്ല. അത് കാരണം പുള്ളി ചേച്ചി എവിടെ താമസിക്കുന്ന? വീട് എവിടെയാ? എന്നും വരുമോ? അപ്പൊ 2 പെണ്ണുങ്ങളാണ്. അപ്പം ഈ മലയായ കാരണം വരുമാനം കുറവാണ്. ഇല്ല, ആളുകള് ഒത്തിരി വരാറില്ല. 1-ാം തീയതി പ്രധാനപ്പെട്ട ദിവസങ്ങളിലേ ആൾക്കാരുള്ളൂ. ശനിയാഴ്ച, ഞായറാഴ്ച, ഇങ്ങനെ 2 ദിവസങ്ങളിൽ അനാദി കുറച്ച് പേര്. എന്തൊരു മാങ്ങ കിടക്കണം, നാടൻ മാങ്ങയല്ലേ? പഴുത്ത് ചാടി കിടക്കണേ. നല്ല മണം പഴുത്ത് കിടക്കണേ. ഞാൻ തിരിച്ചു വരുമ്പോ എടുത്തോളാം. ഇത് ആരുടെ ഈ പറമ്പ്? അതെ അല്ലേ? ദൂരം മാങ്ങ ചാടി കിടക്കണേ. അവിടെ താഴെ വീടൊക്കെ ഉണ്ട്. ഇവിടെ കുറെ വീടുകളുണ്ട്. ഇവിടെ ജാതിയൊക്കെ നിൽക്കുന്നേ. വീട്. ഇവിടെ താഴെ ഒരു ചന്ദനക്കുളം ഉണ്ട് കേട്ടോ. ചന്ദനക്കുളം കാണാനാണ് ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് വരുവാണെന്നുണ്ടേ ഉണ്ടോ, നിങ്ങൾക്ക് ഒട്ടും നടക്കേണ്ട ആവശ്യമില്ല. താഴെ നിന്ന് അമ്പലം വരെ ഇതുണ്ടോ, ഒറ്റ റോഡം കയറി പോയാൽ മതി. ഞാൻ ഈ സ്റ്റെപ്പേ കൂടെ കയറി വരാൻ വേണ്ടിയിട്ടായില്ലോ വന്നേ. അല്ല, വേറെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ ഈ സ്റ്റെപ്പ് കയറാൻ വേണ്ടി ഇതിൽ വന്നേ. അത് കുഴപ്പമില്ല.
ഇതാ ചന്ദനക്കുളം പോസ്റ്റർ എഴുതിയേക്കണ കണ്ടോ? ചന്ദനക്കുളം പോകുന്ന വഴി. അതായത് ഇതേ ആദ്യയില്ല മനെ തൊട്ടങ്ങപ്പുറം താഴെ വലത്ത് പോയിപ്പാട് ഒരു കുഴിയുണ്ട്. ചന്ദനക്കുളം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ കുളമാണോ? അമ്പലത്തിന്റെ അതെല്ലേ. നമുക്ക് ചന്ദനക്കുളം വരെ പോയിട്ട് വരാം. അപ്പൊ ചേച്ചി ഇതിലെ പോവില്ലേ? ഞാൻ എന്റെ വീട്ടിൽ ഇതേ കാരണം 2 നില വീട് താഴത്തെ. ഓക്കെ. എന്നാ ശരി, ഞാനൊന്ന് കണ്ടിട്ട് പോവാ. കൂട് വേണ്ടോ? മാങ്ങ എടുക്കുക വേണ്ട, ഞാനൊന്ന് എനിക്ക് പോണ വഴിക്ക് കഴിക്കാനല്ല, എനിക്ക് 1-2 മാങ്ങ മതി. അപ്പം ചതഞ്ഞ കിടക്കണേ, ചാടി ചതഞ്ഞ് കിടക്കണതാ. അപ്പോൾ ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ചന്ദനക്കുളം ഇവിടെ അല്ലേ? ഓക്കെ. വേണ്ട ഞാൻ പൊക്കോളാം. ശരി എന്നാ. ചന്ദനക്കുളം ഇതൊക്കെ പണ്ട് ഭയങ്കര വനമായിരുന്നു കേട്ടോ ഈ ഏരിയയൊക്കെ. ഇപ്പോഴും ആ ഒരു വനത്തിൻ്റെ അകത്ത് കയറിയ ഒരു ഫീലൊക്കെയാണ്. അത്ര മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ. ഇത് കണ്ടോ, ജാതിയാണ് മൊത്തം ഇവിടെ. ജാതിയും അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു മരം ഇങ്ങനെ മഴയത്തെങ്ങാണ്ട് ഒടിഞ്ഞ് അതിൻ്റെ വലിയൊരു കമ്പ് കിടക്കണുണ്ടോ, വലിയൊരു ശിഖരം. താഴേക്ക് മൊത്തം വലിയ പറമ്പുകളും കാര്യങ്ങളൊക്കെയാണേ. അപ്പോൾ ഇതാന്ന് തോന്നുന്നു കുളം. ഇവിടുന്ന് ഒരു കുളം കാണാൻ പറ്റുന്നുണ്ട്, ചന്ദനക്കുളം. ഇത് തന്നെയാണേ. അത് കണ്ടോ, കുളത്തിൽ നിറയെ താമരയാണോ ആമ്പലാണോന്ന് അറിയില്ല, ഇല മാത്രമേ ഉള്ളൂ, പൂവില്ല. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ഒരു വനത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അതേ ഒരു കറക്റ്റ് ആ ഒരു ആംബിയൻസ് ആട്ടോ. അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെ വഴിയൊന്നുമില്ല, മൊത്തം കാട് കയറി കിടക്കുവാണ്. എന്നാലും നമുക്ക് ഈ സൈഡിൽ കൂടെ ഇതിലെ പതുക്കെ അങ്ങ് താഴേക്ക് ഇറങ്ങാം. ഇതാണ് ചന്ദനക്കുളം. വെള്ളം മൊത്തം കലങ്ങി ചെളിയും മൊത്തം കാടും വെള്ളം കയറി കിടക്കുക കേട്ടോ. നല്ല അടിപൊളി നാടൻ മാങ്ങയാട്ടോ. ഇതൊക്കെ മൊത്തം ചതഞ്ഞ് പോയേക്കുവാണേ. എനിക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാങ്ങ ഇടയ്ക്കൂടെ കാണും. അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ നിന്ന് പറിക്കുവാണെങ്കിൽ നല്ല ചതയാതെ മാങ്ങ കിട്ടും. ഇഷ്ടം പോലെ ഉണ്ട് ആ മാവ് നിറച്ച്. ഇതിങ്ങനെ പഴുത്ത് ചാടുന്ന കേട്ടോ. അതിൽ കുറേയൊക്കെ ചീഞ്ഞ് കിടക്കുവാണ് ഇതിലെ. നല്ലതൊക്കെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ കാണുന്നില്ല അധികം. ഇത് കുഴപ്പമില്ല, നന്നായിട്ട് പഴുത്തത് നല്ല ടേസ്റ്റ് ആവട്ടെ. നാടൻ മാങ്ങയുടെ രുചി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ്. ചെറുപ്പ കാലഘട്ടമൊക്കെ ഓർമ്മ വരും. പണ്ട് വീടിൻ്റെ അടുത്തുള്ള മലയിൽ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ മാവ് ഉണ്ടായിരുന്നു, നാടൻ മാവ്. അവിടെയൊക്കെ പോയി രാവിലെ വെളുപ്പിന് പോയി മാങ്ങ പഴം പറക്കാൻ പോവും. അതേ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെയാണ് വരുന്നത്. എല്ലാം തന്നെ ഇങ്ങനെ മൊത്തം ചീഞ്ഞ് കിടക്കുക. നല്ല മാങ്ങ ഇല്ല. അല്ലെങ്കിൽ രാവിലെ ഇത് ചാടുമ്പോഴേ അതിരാവിലേക്ക് മാവിൻ്റെ ചവിട്ടി വരുവാണെങ്കിൽ നല്ല മാങ്ങ കിട്ടും. ഇതൊക്കെ കയറി പറിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ഉയരമാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വൈകിയാണല്ലോ ഇവിടെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പ്രത്യേക അനുഭവമായിട്ട് ഈ അമ്പലത്തിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ ഈ മലയുടെ മേളിൽ നിൽക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.